Good morning, everyone. We are going to our next topic, and our today's topic is primary market. Then, what do you mean by primary market? When we are dealing with our first chapter, we have seen a chart of Indian financial system, and it consists of money market, capital market, and all those things. And we have seen that the capital market has been divided into three parts, and they are market for primary issues, secondary issues, and also derivative market. അല്ലെ, പ്രൈമറി ഇഷ്യൂ എന്നുള്ള മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് എന്ന് നമ്മളതിനെ വിളിക്കും. സെക്കൻഡറി മാർക്കറ്റ് എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ മാർക്കറ്റ്, ആൻഡ് ഓൾസോ ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഇങ്ങനെ മൂന്ന് പാർട്ടുകളായിട്ടാണ് നമ്മൾ എന്തിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ എന്താണ് പ്രൈമറി മാർക്കറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പഠിക്കാൻ പോണേ. സെക്കൻഡറി മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. സെക്കൻഡറി മാർക്കറ്റ് എസ്പെഷ്യലി എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പിന്നീട് എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, ദെൻ ഇവിടെ എന്താണ് പ്രൈമറി മാർക്കറ്റ്? ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പ്രൈമറി ഇഷ്യൂസിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിന്. പ്രൈമറി ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി, ഒരു ഗവൺമെൻറ്, സെമി ഗവൺമെൻറ്റൽ ഏജൻസീസ് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റൽ ഫ്ലോട്ടേഷന് വേണ്ടി, ക്യാപിറ്റൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഷെയർസ്, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? Primary market. And it can be also called as market for primary issues or first issues. ഫസ്റ്റ് ഇഷ്യൂവിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അല്ലേ, ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ സെക്യൂരിറ്റീസിനെ ആദ്യമായിട്ട് നമുക്കറിയാം, അതിൻ്റെ പിന്നിൽ ഒരുപാട് കാൽക്കുലേഷൻസും ഹോംവർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത്രയും ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും ചെയ്യുന്നത്? നമ്മൾ അതിൻ്റെ പോർട്ട്ഫോളിയോ തീരുമാനിച്ച് അത്രയും സെക്യൂരിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഉദ്ദേശത്തോടു കൂടി ആദ്യമായിട്ട് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നമ്മൾ ഷെയറും സെക്യൂരിറ്റീസും ഇഷ്യൂ ചെയ്യുമ്പോൾ അതിലുൾപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ആൾക്കാരും ഒക്കെ അടങ്ങിയ ഒരു മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈമറി മാർക്കറ്റ്. നമുക്കറിയാം, ഈ ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് അവിടെ ഒരുപാട് സ്ഥാപനങ്ങളുടെ ഒരു ഹെൽപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ്, കമ്പനികളും ഇൻഡസ്ട്രീസും ഗവൺമെൻറ്റൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ്, സെക്യൂരിറ്റീസ് ഒക്കെ അപ്പാടെ റൈറ്റായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അത് അണ്ടർ റൈറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അണ്ടർ റൈറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഇഷ്യൂ ആണെങ്കിൽ തന്നെ പബ്ലിക് ഇഷ്യൂ നടന്നില്ലെങ്കിൽ അത് പലതരത്തിലുള്ള അണ്ടർ റൈറ്റേഴ്സ് ഉണ്ട്. കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് അത് സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഷെയർസ്, സെക്യൂരിറ്റീസ് ആര് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്? അണ്ടർ റൈറ്റേഴ്സ്. ആ ഒരു ഗ്യാരണ്ടിങ് എഗ്രിമെൻ്റ് ആണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ അണ്ടർ റൈറ്റിംഗ് നടത്തി എഗ്രിമെൻ്റ്, ആ ഒരു എഗ്രിമെൻറ്റിലൂടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, സോ അപ്പം അങ്ങനെ റൈറ്റായിട്ട് പർച്ചേസ് ചെയ്യുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും അണ്ടർ റൈറ്റേഴ്സും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംരംഭമാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ capital market that contribute, underwrite or directly subscribe securities as part of new issue market, and developed corporations like IFCI, ICICI, and investment corporations like LIC, GIC, UTI, and other financial institutions
contribute to the majority of underwriting activity and direct investment activity. ഈ സാധാരണ അണ്ടർറൈറ്റിങ്ങും ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും നടത്തുന്ന കുറച്ച് സ്ഥാപനങ്ങളെക്കുറിച്ച്, കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനുകളെക്കുറിച്ച്, കുറച്ച് ഡെവലപ്മെൻറ്റൽ ഓർഗനൈസേഷനുകളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇതൊക്കെ പ്രൈമറി മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇവരൊക്കെ പ്രൈമറി മാർക്കറ്റിൽ പാർട്ടിസിപ്പൻസ് ആണ്. ഓക്കെ, അണ്ടർ റൈറ്റിംഗ് നടത്തിക്കൊണ്ടും ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടും ഇവർ ന്യൂ ഇഷ്യൂസിനെ അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ നടത്തുന്ന കമ്പനികളെ, സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ, ന്യൂ ഇഷ്യൂസ് എപ്പോഴും കമ്പനികൾക്ക് മാത്രമല്ല വേണ്ടി വരിക. അതായത് ക്യാപിറ്റൽ വേണ്ടി വരുന്നത് കമ്പനികൾക്ക് മാത്രമല്ല, ഇൻഡസ്ട്രീസിന് മാത്രമല്ല, ഗവൺമെൻറ്റിന് വേണ്ടി വരാം. സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കാം, സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും, ഗവൺമെൻറ്റൽ ബോഡീസ് ആയിരിക്കാം, ഏജൻസീസ് ആയിരിക്കാം. ഇവർക്കൊക്കെ ക്യാപിറ്റൽ ആവശ്യമുള്ള സമയത്ത് അവർ നടത്തുന്ന പ്രൈമറി ഇഷ്യൂസ് അതിനെ വാങ്ങിച്ച് അല്ലെങ്കിൽ അണ്ടർറൈറ്റ് ചെയ്ത് സഹായിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് നമുക്കറിയാം ഈ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു റെഗുലേഷൻ വരുന്നത് ഇറ്റ് കംസ് ഫ്രം സെബിയുടെ ഭാഗത്തു നിന്നുള്ള ഡയറക്ഷൻസും സെബിയുടെ ഭാഗത്തു നിന്നുള്ള ഇൻസ്ട്രക്ഷൻസും റെഗുലേഷൻസും ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ പ്രൈമറി ഇഷ്യൂവിന് ശേഷം വരുന്ന തൊട്ടടുത്ത, അല്ലെങ്കിൽ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്ത് പറയാനായിട്ട് സാധിക്കില്ല, അത്രയും ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ന്യൂ ഇഷ്യൂസ് മാത്രമാണ്, അതായത് പുത്തൻ ഇഷ്യൂസ് മാത്രമാണ് പ്രൈമറി മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. പിന്നീടുള്ള എല്ലാ ട്രാൻസ്ഫേഴ്സും എല്ലാ സെയിൽസ് ആൻഡ് പർച്ചേസസും നമ്മൾ എഫക്റ്റ് ചെയ്യപ്പെടുന്നത് സെക്കൻഡറി മാർക്കറ്റിലാണ്, സ്റ്റോക്ക് മാർക്കറ്റുകളിലാണ്. സോ ഈവൻ ബിഫോർ പ്രൈമറി ഇഷ്യൂസ് യു നോ ദാറ്റ് all these shares and securities should be listed in the stock exchange. അല്ലേ, നമ്മളൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ലിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പ്രൈമറി ഇഷ്യൂ, പ്രത്യേകിച്ചും പബ്ലിക് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി ഇഷ്യൂസും സാധ്യമാവുള്ളൂ. അപ്പോൾ ലിസ്റ്റിംഗ് അവിടെ ആദ്യം നടക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ ആ സെക്കൻഡറി മാർക്കറ്റിനെയാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അതിനുശേഷമാണ് പ്രൈമറി ഇഷ്യൂസ് നമ്മൾ നടത്തുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ട്രാൻസ്ഫേഴ്സൊക്കെ നടത്തുന്നത് നമ്മൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. ഓക്കെ, അപ്പം ഇനി ഈവൻ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഷെയർസും ഓവർ ദ കൗണ്ടർ എവിടെ നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നു, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ. അതിൻ്റെ കോമൺ റെഗുലേഷൻ്റെ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ പെടുന്നില്ലെങ്കിൽ കൂടി അതിൻ്റെ ഓവർ ദ കൗണ്ടർ ട്രാൻസാക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. സോ അപ്പോൾ ഒരു റെഗുലേഷൻ വരുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഭാഗത്തുനിന്നും സെബിയുടെ ഭാഗത്തുനിന്നും കമ്പനി ലോ ബോർഡിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉള്ള എന്തെങ്കിലും കംപ്ലയിൻസ്, സജഷൻസ്, എന്തെങ്കിലും ഡീറെഗുലേഷൻസ് ഒക്കെ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് കമ്പനി ലോ ബോർഡിൻ്റെ വക ഇൻവോൾവ്മെൻറ്റ്, അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് പാലിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ആ ഒരു റെഗുലേഷൻ സിസ്റ്റം എന്ത് തന്നെയായാലും എവിടെയുണ്ട്, പ്രൈമറി മാർക്കറ്റിലുണ്ട്. പക്ഷേ അത്രയും അങ്ങോട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഫോർമാറ്റിൽ, സെക്കൻഡറി മാർക്കറ്റിൻ്റെ അത്ര സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഫോർമാറ്റിൽ നമുക്കത് എവിടെ കാണാനായിട്ട് സാധിക്കില്ല, പ്രൈമറി മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതാണ് പ്രൈമറി മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പുതിയ കമ്പനികളുടെയും ഇൻഡസ്ട്രീസിൻ്റെയും പുതിയ ഇഷ്യൂസിനെ കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ. ഒരു പൊതുവായിട്ടുള്ളൊരു സ്ഥലം അല്ല എന്ന് നേരത്തെ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ സെല്ലേഴ്സും ബയേഴ്സും ആണ് ഉള്ളത്. സെക്യൂരിറ്റീസ് വിൽക്കുന്ന ആളുകളും അത് വാങ്ങിക്കുന്ന ആളുകളും. വിൽക്കുന്നവരാരാന്ന് നമുക്കറിയാം. വിൽക്കുന്നവർ ക്യാപിറ്റൽ ആവശ്യമായിട്ടുള്ള ആൾക്കാരാണ്. ക്യാപിറ്റൽ ആവശ്യമായിട്ടുള്ളവർ കമ്പനികളായിരിക്കാം, ഇൻഡസ്ട്രീസ് ആയിരിക്കാം, ഗവൺമെൻറ് സ്ഥാപനങ്ങളായിരിക്കാം. ഓക്കെ, അവരത് വിൽക്കുന്നു. പക്ഷേ ആ വിൽപ്പനയുടെ ഇവിടെ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ആ വിൽപ്പന ആദ്യത്തെ വിൽപ്പനയാണ്. നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തി ആദ്യമായിട്ടത് പബ്ലിക്കിലേക്ക് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന മാർക്കറ്റാണ് പ്രൈമറി. അതുകൊണ്ടാണ് അതിന് ഫ്രഷ് ഇഷ്യൂ, ന്യൂ ഇഷ്യൂ എന്നൊക്കെ
ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, ഫ്രഷ് ഇഷ്യൂ മാർക്കറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇതിൽ ആ ഒരു പ്രൈമറി ഇഷ്യൂവിനെ സഹായിക്കാനായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട്. Next, we can analyze the similarities between primary market and secondary market or stock exchange, and the differences between primary market and secondary market or stock exchange. And what are the similarities? And we have seen that while introducing the primary market, I have told you that this primary market is not complete without secondary market, because the operations and transactions started in the primary market can be completed only through the secondary market. That's why companies are listing the shares before it is going to the primary issue of shares and securities. ലിസ്റ്റിങ്ങിന് ശേഷമാണ് പ്രൈമറി ഇഷ്യൂവിലേക്ക് പല കമ്പനീസും എന്ത് ചെയ്യുന്നത്, കടന്നു ചെല്ലുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് മാർക്കറ്റുകളും തമ്മിൽ, പ്രൈമറി മാർക്കറ്റുകളും സെക്കൻഡറി മാർക്കറ്റുകളും, സെക്കൻഡറി മാർക്കറ്റിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ്, അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പറയാവുന്നൊരു വാക്കാണ് എന്ത്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വളരെ ആഴത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഓർഗനൈസേഷൻ പാറ്റേൺ, അതിൻ്റെ ഒരു സിസ്റ്റം, അത് തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് താനും. ഈ സിമിലാരിറ്റീസും ഈ ഡിസ്റ്റിങ്ഷൻസും ആണ് നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ, വെൻ ന്യൂ ഷെയർസ് ആർ ഇഷ്യൂഡ് ഇറ്റ് വിൽ ബി ഡൺ ത്രൂ പ്രൈമറി മാർക്കറ്റ് ഓർ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, ബട്ട് സബ്സിക്വൻ്റ്ലി it can be disposed only through stock exchange. And when new issue securities are listed in stock exchange, it becomes a secondary security. Okay, when the same securities are issued for the first time, it will be dealt with in the primary market, but if the same securities are listed and when it is transacted subsequently, it can be done only through stock exchange. So that's, അതായത് ഒരു സെക്യൂരിറ്റി നമ്മൾ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് ഡീൽ ചെയ്യപ്പെടുന്നത് എവിടെയാണ്, പ്രൈമറി മാർക്കറ്റിലാണ്. അതേസമയം ഈ സെയിം സെക്യൂരിറ്റീസ് തന്നെ നമ്മൾ ഫർദറായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്, അതായത് ഫർദറായിട്ട് ട്രാൻസാക്റ്റ് ചെയ്യപ്പെടുന്നത് ഏത് മാർക്കറ്റിലാണ്, സെക്കൻഡറി മാർക്കറ്റിലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് അത്രയും റിലേഷൻഷിപ്പാണ്. ഒരു സെക്യൂരിറ്റിയുടെ ഫർദർ ട്രാൻസാക്ഷൻസ് അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡറി മാർക്കറ്റ് അവിടെ കൂടിയേ തീരൂ, അല്ലേ? അതില്ലാതെ നമുക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓൾ ഷെയർസ് ആർ ട്രാൻസ്ഫറബിൾ. Even in private company, there is transferability. There is a transferability of securities. Maybe limited ആയിരിക്കാം, എങ്കിൽ കൂടിയും അതിന് ട്രാൻസ്ഫറബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഓക്കെ, സോ ഈ ഒരു പുതിയ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നു, പക്ഷേ അതേസമയം അതിൻ്റെ ആ ഒരു ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഓൺഗോയിങ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസാക്ഷൻസ് നടത്തപ്പെടുന്നത് എവിടെയാണ്, സെക്കൻഡറി മാർക്കറ്റിലാണ്. സോ ദാറ്റ്സ് ദ ബേസിക് സിമിലാരിറ്റി. അതാണ് ഏറ്റവും അഭേദ്യമായിട്ടുള്ള ബന്ധം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദാറ്റ് വെൻ എ ന്യൂ കമ്പനി ഇഷ്യൂസ് സെക്യൂരിറ്റീസ്, they also apply in the stock exchange for listing. And listing of securities in a well-defined stock exchange helps the issuing company to enhance the credibility of the market. നമ്മൾ പറഞ്ഞു, പ്രൈമറി മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് തന്നെ, ആ ഒരു പ്രൈമറി ഇഷ്യൂ നടത്തുന്നതിന് മുൻപ് തന്നെ we have to issue or we have to list those shares in a reputed stock exchange. And
This listing, you know what is the process of listing? Listing means enrolling the name of the company, name of the institution which issues these securities in the role of stock exchange. ആ റോളിൽ എൻറോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു രജിസ്റ്ററിൽ എൻറോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലിസ്റ്റിംഗ്. And if we are going to list the shares in a reputed stock exchange, automatically it will affect the credibility of the primary market also. Primary marketൻ്റെ credibility അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിലുള്ള അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ, അതിൻ്റെ ഒരു ഡിമാൻഡ് അത് എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മൾ നല്ല സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടായിരിക്കും പ്രൈമറി മാർക്കറ്റിൽ. അപ്പോൾ ആ ഒരു നമ്മൾ പിന്നീട് നടക്കാൻ പോകുന്ന ട്രാൻസാക്ഷൻസ് നേരെ റിവേഴ്സ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നത്, വരുന്നത് അല്ലേ. അപ്പോൾ ലിസ്റ്റിംഗ് നോക്കിയിട്ടാണ് ലിസ്റ്റിംഗ് എവിടെ ചെയ്തു, എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അതിന് ഭാവിയിലുണ്ടാകാൻ പോകുന്ന ആ ഒരു ട്രാൻസാക്ഷൻ്റെ ലെവൽ എത്രത്തോളം ഉണ്ട്, എത്രയേ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിലാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് പ്രൈമറി മാർക്കറ്റിലുള്ള ക്രെഡിബിലിറ്റി എന്ത് ചെയ്യുക, വരിക അല്ലേ. അപ്പോൾ അത് സെക്കൻഡറി മാർക്കറ്റും പ്രൈമറി മാർക്കറ്റും അത്രയും അവിടെ റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ്, മൂന്നാമത്തെ ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു സംഭവമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഈസ് ദ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് whole financial system, and the volume of trading in the stock exchange depends on the level of activity in the new issue market, and if new issues are not promoted, there is no scope for stock market. അല്ലേ, രണ്ടും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും അറ്റ് ദി സെയിം ടൈം പ്രൈമറി മാർക്കറ്റ് ആണെങ്കിലും ദേ ആർ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഓൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇൻറ്റഗ്രൽ ആയിട്ടുള്ള പാർട്ടുകളാണ്. പ്രൈമറി മാർക്കറ്റില്ലാതെ സെക്കൻഡറി മാർക്കറ്റില്ല, സെക്കൻഡറി മാർക്കറ്റില്ലാതെ പ്രൈമറി മാർക്കറ്റില്ല. പ്രൈമറി മാർക്കറ്റിൽ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് മാത്രമേ നമുക്ക് ഫർദറായിട്ട് എവിടെ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റൂ, സെക്കൻഡറി മാർക്കറ്റിൽ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡറി മാർക്കറ്റിൻ്റെ ആ ഒരു സ്കോപ്പ് ആൻഡ് അതിൻ്റെ ഒരു വയബിലിറ്റി നോക്കിയിട്ടാണ് പ്രൈമറി മാർക്കറ്റിന് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. സോ ബോത്ത് ദീസ് സിസ്റ്റംസ് ആർ ഇൻറ്റഗ്രൽ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് ദേ ആർ കോർഡിനേറ്റഡ്. അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ആൻഡ് നെക്സ്റ്റ് സിമിലാരിറ്റി എന്ന് പറയുന്നത് യൂഷ്വലി ദിസ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സെർട്ടനിറ്റി ഉള്ളൊരു മാർക്കറ്റല്ല പ്രൈമറി മാർക്കറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സെർട്ടനിറ്റി, ഒരു കൃത്യത, ഒരു വ്യക്തത ഒക്കെ കൊടുക്കുന്നത് സെക്കൻഡറി മാർക്കറ്റാണ്. അതായത് സെക്കൻഡറി മാർക്കറ്റിലുള്ള ലിസ്റ്റിംഗ് എത്രത്തോളം അത് കാര്യമായിട്ട് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, അതിനുള്ള സ്കോപ്പ് അതിനനുസരിച്ചിട്ടാണ് പ്രൈമറി മാർക്കറ്റ് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അതായത് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ പ്രൈമറി മാർക്കറ്റിൽ ഇല്ല. നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അത്ര ഒരു റെഗുലേഷൻസും കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉള്ള ഒരു മാർക്കറ്റല്ല പ്രൈമറി മാർക്കറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അണ്ടർ റൈറ്റിംഗ് നടത്തുന്ന, ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെയൊക്കെ കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അതേസമയം കാര്യമായിട്ടുള്ളൊരു റെഗുലേഷൻ അവിടെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതൊരു റെഗുലേഷൻസ് ഉണ്ട്, സെബി നോക്കുന്നുണ്ട്, കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കൃത്യമായിട്ടുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റത്തിന് കൃത്യത കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മാർക്കറ്റാണ്, സെക്കൻഡറി മാർക്കറ്റാണ്. അപ്പോൾ ആ സെക്കൻഡറി മാർക്കറ്റിൻ്റെ ആ ഒരു കൂട്ടമുള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി മാർക്കറ്റ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ആൻഡ് സാധാരണ രീതിയിൽ പ്രൈമറി മാർക്കറ്റിൻ്റെ ആ ഒരു
പ്രവർത്തനം, ഏതൊരു രാജ്യമാണെന്നുണ്ടെങ്കിലും പ്രൈമറി ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്, അവിടുത്തെ ഷെയർ പ്രൈസുകളുടെ മൂവ്മെൻറ്റ് തീർച്ചയായും അതിനെ എഫക്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളാണ്. ഓക്കെ, നിലവിലിരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡെക്സുകൾ എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റുകൾ, അത് നോക്കിയിട്ട് തന്നെയാണ് പ്രൈമറി മാർക്കറ്റ് എന്ത് ചെയ്യണത്, പ്രവർത്തിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ ഇൻഡെക്സുകളെന്ന് പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളെന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു വലിയൊരു സൂചകമാണ്, നമുക്ക് അറിയാം. അതേപോലെ തന്നെ ഈ സെക്കൻഡറി മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുകയായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ പലപ്പോഴും പ്രൈമറി മാർക്കറ്റിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റുകളെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെയാണ് തിരിച്ച് റിവേഴ്സായിട്ടുള്ളൊരു എഫക്റ്റ്. അതായത് പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകൾ, സെക്യൂരിറ്റീസുകൾ അതിൻ്റെ അവിടുത്തെ ആ ഒരു പ്രവർത്തനങ്ങൾക്ക് ശേഷം മാത്രം സെക്കൻഡറി മാർക്കറ്റിലേക്ക് പോവുകയും ട്രാൻസാക്ട് ചെയ്യപ്പെടുകയും അങ്ങനെയുള്ളൊരു റിജിഡായിട്ടുള്ളൊരു ഫോർമാറ്റിലല്ല നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. അത് മുൻപേ തന്നെ, അതായത് ട്രാൻസാക്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ സെക്കൻഡറി മാർക്കറ്റ് പ്രൈമറി മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം തിരിച്ചങ്ങോട്ടും പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഇൻ്റർ കണക്ഷൻ, ആ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് നമ്മളിപ്പോൾ കണ്ടത്, ലിസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ കണ്ടു, ഇൻഡെക്സുകളെ കുറിച്ച് നമ്മൾ കണ്ടു. ഇതൊക്കെ അതിൻ്റെ വളരെ സെക്കൻഡറി മാർക്കറ്റിൻ്റെയും പ്രൈമറി മാർക്കറ്റിൻ്റെയും വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ് നമ്മൾ എന്ത് ചെയ്തത്, കണ്ടത്. ആൻഡ് നൗ വി ക്യാൻ സീ ദ ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിൽ നമ്മൾ പറഞ്ഞു, കാര്യം വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ കൂടി അത് തമ്മിൽ അതിൻ്റെ തിയറിറ്റിക്കലി എങ്കിലും അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് അതിൻ്റെ ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ഫങ്ഷനിലുള്ള വ്യത്യാസമാണ്. ഫങ്ഷൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓൾവേസ് ഡീൽസ് വിത്ത് ഫ്രഷ് ഇഷ്യൂ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് മാത്രമേ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലാതെ ഒരു സെക്യൂരിറ്റീസും കാണാൻ സാധിക്കില്ല. അതേസമയം സെക്കൻഡറി മാർക്കറ്റ് അങ്ങനെയല്ല, അവിടെ ഫസ്റ്റ് ഇഷ്യൂ നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ ഓൺലി ഒരു പ്രാവശ്യം പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ, സെക്കൻഡറി മാർക്കറ്റിൽ ട്രാൻസാക്ട്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷനിൽ തന്നെ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഇനി അതിൻ്റെ ഒരു ഓർഗനൈസേഷൻസ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, ഒരു ഓർഗനൈസേഷൻ പാറ്റേൺ ഉണ്ട്. ബട്ട് ദ പ്രൈമറി മാർക്കറ്റ് ഡസൻറ്റ് ഹാവ് സച്ച് ആൻ വെൽ ഡിഫൈൻഡ് ആൻഡ് സ്ട്രക്ചേർഡ് ഓർഗനൈസേഷൻ പാറ്റേൺ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സോ മെനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ സ്വന്തമായിട്ടുള്ള പാറ്റേൺ ഉണ്ട്, സ്വന്തമായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട് എന്നല്ലാതെ പ്രൈമറി മാർക്കറ്റിന് മൊത്തമായിട്ടുള്ളൊരു വെൽ സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് സാധിക്കില്ല. കാണാൻ വെച്ചാൽ നമ്മൾ വെൽ സ്ട്രക്ചേർഡ് ഇല്ല എന്നേ പറയുന്നുള്ളൂ. അതേസമയം അവിടെ ഓർഗനൈസേഷൻസ്, സെറ്റപ്പ്, സിസ്റ്റംസ്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പാനൽസ് ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ സെക്കൻഡറി മാർക്കറ്റിൻ്റെ അത്രയും ഭംഗിയുള്ള അല്ലെങ്കിൽ അത്രയും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാണാനായിട്ട് സാധിക്കില്ല. ആൻഡ് അവരുടെ സർവീസുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ സംബന്ധിച്ചിടത്തോളം അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഡെയിലി ഓപ്പറേഷൻസ്, സർവീസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്കറിയാം ഡെയിലി ഓപ്പറേഷൻസ്, ഈവൺ നമ്മൾ ഒരു മിനിറ്റ് ബൈ മിനിറ്റിലുണ്ടാവുന്ന ട്രാൻസാക്ഷൻസ് വരെ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും അത് അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സിൽ നമ്മൾ എടുക്കുകയും
അത് ഇൻഡെക്സിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളത്, അല്ലേ? ഡെയിലി ട്രാൻസാക്ഷൻസ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതേസമയം പ്രൈമറി മാർക്കറ്റിൻ്റെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലല്ല. ഡെയിലി പ്രൈസ് മൂവ്മെൻറ്റ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇത് നമുക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് കാണാൻ സാധിക്കില്ല, പറയാൻ പറ്റില്ല. അവിടെ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ, ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ, പെർട്ടിക്കുലർ ഫസ്റ്റ് ഇഷ്യൂ എങ്ങനെയാണ് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നത്, അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരു കമ്പനിയുടെ മാത്രമല്ല, ഒരുപാട് കമ്പനികളുടെ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരുമിച്ച് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്ന സമയത്ത് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് വിൽ റിഫ്ലക്റ്റ് ഇൻ ദ ഡെയിലി പ്രൈസ് മൂവ്മെൻറ്റ്സ്. ഡെയിലി പ്രൈസ് മൂവ്മെൻറ്റ്സിനെ അതെന്തെയും ചെയ്യും, എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ആൻഡ് അതിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, എങ്ങനെയാണത് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമുക്കറിയാം, പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡയറക്റ്റായിട്ടുള്ളൊരു മാർക്കറ്റാണ്. അവിടെ വേറെ ഇൻ്റർമീഡിയറീസ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ ഇറ്റ് വിൽ പ്രൊവൈഡ് ദ ഡയറക്റ്റ് ക്യാപിറ്റൽ. ഡയറക്റ്റ് ക്യാപിറ്റലാണ് കമ്പനികൾക്ക് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്യാപിറ്റലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ല? ഇൻഡയറക്റ്റ് ക്യാപിറ്റൽ എന്നും ഉള്ള മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു സെക്യൂരിറ്റി അത് ഇഷ്യൂ ചെയ്ത് വീണ്ടും അത് ഇഷ്യൂ ചെയ്ത് വീണ്ടും അത് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതിലൂടെ എങ്ങനെയാണ് നമുക്ക് ക്യാപിറ്റൽ അക്വയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, മനസ്സിലാവുന്നത്. പക്ഷേ അതേസമയം പ്രൈമറി മാർക്കറ്റ് അങ്ങനെയല്ല. അത് ഷെയർ ഇഷ്യൂ ചെയ്യണു, അറ്റ് ദ സെയിം ടൈം നമുക്കത് ഒരു ഡയറക്റ്റായിട്ടുള്ള ക്യാപിറ്റൽ അക്വയർ ചെയ്യാനും സാധിക്കുന്നു. സോ ആ ഒരു ഡിഫറൻസും അവിടെ വരുന്നുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റിൻ്റെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റെഡി മാർക്കറ്റാണ്. അതായത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഷെയർസും സെക്യൂരിറ്റീസും ട്രേഡ് ചെയ്യാനുള്ള ഒരു പൊതുവായിട്ടുള്ളൊരു ഒരു ഇടമായിട്ടാണ് നമ്മൾ എന്തിനെ കൺസിഡർ ചെയ്യുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഒരു പൊതുവായിട്ടുള്ളൊരു സ്ഥലമല്ല. അതിനെ റെഡി മാർക്കറ്റൊന്നും നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് നമ്മൾ എന്നാണോ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്ന് മാത്രമാണ് ആ ഒരു ഓപ്പറേഷൻ അവിടെ സംഭവിക്കുള്ളൂ. അപ്പോഴാണ് അതൊരു പ്രൈമറി മാർക്കറ്റായിട്ട് നമ്മളതിനെ വിശേഷിപ്പിക്കുന്നുള്ളൂ, പ്രൈമറി ഇഷ്യൂ ആയിട്ട് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അല്ലാത്തടത്തോളം കാലം അവിടെ ഒരു റെഡി മാർക്കറ്റ് എന്നുള്ളൊരു സങ്കല്പം അവിടെ ഇല്ല. അതേസമയം സ്റ്റോക്ക് എക്സ്ചേഞ്ച് അങ്ങനെയല്ല. ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഷെയർസും റെഡിലി അത് ട്രാൻസാക്ട് ചെയ്യപ്പെടാനുള്ള ഒരു സ്ഥലമാണ് ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നമുക്ക് സങ്കല്പിക്കാം, അല്ലേ? അപ്പോൾ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസുകളും എന്ത് തമ്മിലുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സെക്കൻഡറി. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് തമ്മിലുള്ള ബന്ധങ്ങൾ, സെക്കൻഡറി മാർക്കറ്റും പ്രൈമറി മാർക്കറ്റും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്, നോക്കിയത്. അതിൻ്റെ ആ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസുകളാണ്, മൈന്യൂട്ടായിട്ടുള്ള സിമിലാരിറ്റീസാണ്. അപ്പോൾ എങ്കിലും അത് വായിച്ച് അതിൻ്റെ പോയിൻറ്റുകൾ മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. And next we can see the important functions of a primary market. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ്? ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദ ഫങ്ഷൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ചെറിയ ടോപ്പിക്കാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. Functions of a primary market, and here we can see that there are mainly 4 important functions of primary market, and the first function is known as origination function. Second function is known as propagation. Third function is known as underwriting, and the last one is distribution. These are the 4 important functions of this primary market. Okay, ഒരിക്കൽ കൂടി പറയാം. ആദ്യത്തെ origination, second one is propagation, third one is underwriting,
ലാസ്റ്റ് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ. എൻ്റെ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഓരോ ഫങ്ഷനിലും ചെയ്യുന്നത്. ആൻഡ് വാട്ട് യു മീൻ ബൈ ഒറിജിനേഷൻ? ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നാളെ ഞങ്ങൾക്കൊരു ഇഷ്യൂ നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട്. സോ നാളെ തന്നെ ഇഷ്യൂ നടത്തി കളയാം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ദേ ഹാവ് ടു ഡു സർട്ടൺ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് പ്രിലിമിനറി വർക്ക്സ് അല്ലേ. ചില പ്രിലിമിനറികൾ വർക്ക് നടത്തിയിട്ട് വേണം അത് ഇഷ്യൂ നടത്താൻ. അല്ലാതെ പെട്ടെന്നൊരു ദിവസം നമുക്ക് പോയിട്ട് ഇഷ്യൂ നടത്താനായിട്ട് സാധിക്കില്ല. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആരാണോ ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം they should decide and they should verify the economic status of the country, the likewise the investment climate in the country അല്ലേ. എക്കണോമിക് ആയിട്ടുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ അല്ലേ. ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. സേവിങ്സ് അത്യാവശ്യം ഉണ്ടോ, ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ആ ഒരു അന്തരീക്ഷം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, നമുക്ക് ഇഷ്യൂസ് നടത്താനായിട്ട് സാധിക്കുള്ളൂ. ഇത് കമ്പനി അത് നേരിട്ട് പഠിക്കണം എന്നില്ല. നമുക്കറിയാം മർച്ചൻറ്റ് ബാങ്കേഴ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് യൂഷ്വലി ദീസ് മർച്ചൻറ്റ് ബാങ്കേഴ്സ് വിൽ ഹെൽപ്പ് ദ സാധാരണ ഇഷ്യൂസിനെയൊക്കെ പൊതുവായി ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ് മർച്ചൻറ്റ് ബാങ്കേഴ്സ്. ഈ മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ സഹായത്തോടുകൂടി അവർക്ക് എക്സ്പെർട്ടൈസ് ഉണ്ടാവും. ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചും മനസ്സിലാക്കിയിട്ടുള്ള എക്സ്പെർട്ടൈസ് അവർക്കുണ്ടാവും. അവരുടെ സഹായത്തോടു കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ വി ഹാവ് ടു അനലൈസ് ദ എക്കണോമിക് വയബിലിറ്റി, ടെക്നിക്കൽ ഫീസിബിലിറ്റി അല്ലേ. നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നു, അതിന് എത്രത്തോളം എക്കണോമിക് ആയിട്ടുള്ള ആക്സെപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കും, എത്രത്തോളം അത് ടെക്നിക്കലി എത്രത്തോളം ഫീസിബിളാണ്, പ്രാക്ടിക്കബിളാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു പഠനം നമ്മൾ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതൊക്കെയാണ് ഈ ഒറിജിനേഷൻ സ്റ്റേജിൽ എന്ത് ചെയ്യേണ്ടത്, നടക്കേണ്ടത്. ദെൻ ഓൺലി വി ക്യാൻ ഡിസൈഡ് വാട്ട് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് വി ഹാവ് ടു ഇഷ്യൂ. ഏതൊക്കെ തരത്തിലുള്ള സെക്യൂരിറ്റീസാണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്, ഏത് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്താലായിരിക്കും അതിന് ഡിമാൻഡ് ഉണ്ടാവുക. നമ്മൾ ഇക്വിറ്റി ഷെയർ ആണോ, പ്രിഫറൻസ് ഷെയർ ആണോ, ഓർ അതർ ടൈപ്പ് ഓഫ് ഡെറ്റ് സെക്യൂരിറ്റീസ് ആണോ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്. All these have to be determined by the institution only after a detailed study. ഓക്കെ, ഏത് തരത്തിലുള്ള സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ എത്ര സെക്യൂരിറ്റി, എത്ര ക്വാണ്ടിറ്റി, ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഏത് തരമെന്ന് നിശ്ചയിച്ചാൽ പോരാ, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട് അല്ലേ. അതിൻ്റെ നമുക്ക് ഫിക്സ് ചെയ്യേണ്ട പ്രൈസ് എങ്ങനെയാണ്, എത്ര പ്രൈസ് ഫിക്സ് ചെയ്താലായിരിക്കും അത് ആളുകളത് വാങ്ങിക്കാനായിട്ട് തയ്യാറാവുക, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് പർച്ചേസ് ചെയ്യാനായിട്ട് തയ്യാറാവുക അല്ലേ. അപ്പോൾ ആ ഒരു പ്രൈസിനെ കുറിച്ച് നമ്മൾ തീരുമാനിക്കണം, ഫ്ലോട്ടേഷൻ എമൗണ്ടിനെ കുറിച്ച് നമ്മൾ തീരുമാനിക്കണം. ഇതൊക്കെ തീരുമാനിച്ചിട്ട് മാത്രമേ നമുക്ക് എവിടേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുള്ളൂ, ആ ഒരു ഇഷ്യൂവിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇങ്ങനെ പ്രിലിമിനറി വർക്കുകളൊക്കെ നടക്കുന്ന ആദ്യത്തെ ഫങ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ദാറ്റ് ഈസ് ഒറിജിനേഷൻ. ആൻഡ് ദ സെക്കൻഡ് ഫങ്ഷൻ ഈസ് propagation. We have decided to issue securities, but at the same time it should be informed to the investors അല്ലേ. നമ്മൾ തീരുമാനിച്ചാൽ പോരാ, അത് ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തുകയും വേണം. It can be done through various ways, and one of the important way or one of the important instrument we are using for the propagation is എന്താ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, it is a prospectus. There are different types of prospectus issued by different types of companies, and through prospectus we should be able to give a formal idea of the new issue we are going to be done. Okay, നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പുതിയ ഇഷ്യൂ ഏത് തരത്തിലുള്ളതാണ്, എങ്ങനെയുള്ളതാണ് എന്നുള്ളത്
തീർച്ചയായിട്ടും അത് ആരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, ഇൻവെസ്റ്റേഴ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡൺ ത്രൂ വി ക്യാൻ along with this പ്രോസ്പെക്ടസിൻ്റെ ഒപ്പം തന്നെ വി ക്യാൻ ഒരു പ്രസ് റിലീസ്, ഒരു ന്യൂസ് റിലീസ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കൊടുക്കാവുന്നതാണ്. ഇൻവെസ്റ്റേഴ്സിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ എന്ത് ചെയ്യാം, കൊടുക്കാം. സർക്കുലേഴ്സ് നമുക്ക് ഇഷ്യൂ ചെയ്യാം, നോട്ടീസസ് ഇഷ്യൂ ചെയ്യാം, പാംഫ്ലെറ്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റുകൾ ബൈ യൂട്ടിലൈസിങ് ദ ഇലക്ട്രോണിക് മീഡിയാസ്, നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രോസ്പെക്ടസ് മാത്രം ഇഷ്യൂ ചെയ്തതുകൊണ്ട് ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അതിലേക്ക് വരണമെന്നില്ല. ബാക്കി ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പം അങ്ങനെ ആ ഒരു പ്രൊപ്പഗേഷൻ വർക്ക്, മാക്സിമം പ്രചാരണം, പ്രൊപ്പഗേഷൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം അല്ലേ, മാക്സിമം നമ്മളിങ്ങനൊരു പുതിയൊരു ഇഷ്യൂ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. സോ ദാറ്റ് ഈസ് പ്രൊപ്പഗേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് underwriting. Underwriting, you know what is underwriting? Underwriting is an agreement between the company and the underwriting agencies. കമ്പനിയും സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയും അണ്ടർറൈറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും തമ്മിലുള്ള എഗ്രിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് അണ്ടർറൈറ്റിംഗ്. ആൻഡ് യൂഷ്വലി ദേ അഗ്രി ടു ടേക്ക് അപ്പ് ഓൾ ദ ഷെയർസ് വിച്ച് കനോട്ട് ബി ഇഷ്യൂഡ് ബൈ ദ കമ്പനി. കമ്പനിക്ക് കമ്പനി ഇഷ്യൂ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത, പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഷെയർസ് വാങ്ങിച്ചോളാം, ഞങ്ങൾ ഏറ്റെടുത്തോളാം, നിങ്ങൾക്ക് ആ സമയത്തൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സാധാരണ പബ്ലിക് കമ്പനീസൊക്കെ ആകുമ്പോൾ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നുള്ളൊരു റെഗുലേഷൻ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻറ്റിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത്. അതായത് പബ്ലിക് ഇപ്പോൾ 90% മിനിമം സബ്സ്ക്രിപ്ഷൻ പറയുമ്പോൾ 90% സബ്സ്ക്രിപ്ഷൻ പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ അത് ബാക്കി 90%, ഇപ്പോൾ ഒരു 45% പബ്ലിക് വാങ്ങിച്ചിട്ടുള്ളൂ. സോ ബാക്കിയുള്ള 90% ആവാനുള്ള ബാക്കിയുള്ള 45% ആര് വാങ്ങിച്ചോളും, അണ്ടർറൈറ്റേഴ്സ് ഏറ്റെടുത്തോളും. സോ ആ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പുവരുത്താൻ നമുക്ക് ഫർദറായിട്ട് മൂവ് ചെയ്യുകയും ചെയ്യാം. മിനിമം സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഫർദർ മൂവ്മെൻറ്റ് സാധിക്കില്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ളൊരു അതിൻ്റെ പുറത്താണ് ഈ അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്. പബ്ലിക് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് മാൻഡേറ്ററി, ചെയ്യണം എന്നുള്ള നിർബന്ധമാണ്. അതില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല, ഇഷ്യൂ നടത്താൻ പറ്റില്ല. അപ്പോൾ അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻറ്റ് തീർച്ചയായിട്ടും ഒരു ഉറപ്പ്, ഒരു ഗ്യാരണ്ടീയിങ് എഗ്രിമെൻറ്റ് പോലെ ഷെയർ ഏറ്റെടുത്തുകൊള്ളാം. അത് പലതരത്തിലുള്ള അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻറ്റ്സ് ഉണ്ട്. സാധാരണ ഇഷ്യൂവിനെ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളതുണ്ട്, ഔട്ട്റൈറ്റ് പർച്ചേസിനുള്ളതുണ്ട്, അതുപോലെ തന്നെ സിൻഡിക്കേറ്റ്. ഇങ്ങനെ 3 തരത്തിലുള്ള അണ്ടർറൈറ്റിംഗ് കോമൺ ആയിട്ട് നമ്മളിവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഗ്യാരണ്ടീയിങ് ദ ഇഷ്യൂ. അതാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്, ഇഷ്യൂവിനെ ഗ്യാരണ്ടി ചെയ്യുക എന്നുള്ളത്. അതായത് പബ്ലിക് വാങ്ങിച്ചില്ലെങ്കിൽ ഞങ്ങളത് ഏറ്റെടുത്തോളാം എന്ന് അണ്ടർറൈറ്റേഴ്സ് എഗ്രി ചെയ്യുന്ന ടൈപ്പ് ഓഫ് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻറ്റ്. അതാണ് സാധാരണ രീതിയിൽ കാണുന്നത്. ഇനി ഔട്ട്റൈറ്റ് പർച്ചേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ പബ്ലിക് എടുത്തില്ലെങ്കിൽ എന്നല്ല, നമ്മൾ നേരിട്ടത് എന്ത് ചെയ്യാണ്, വാങ്ങിക്കുകയാണ്. നമ്മൾ മീൻസ് അണ്ടർറൈറ്റേഴ്സ് നേരിട്ട് ഔട്ട്റൈറ്റായിട്ട് പർച്ചേസ് ചെയ്യണു. സോ അങ്ങനെയുണ്ട്. ഇനി സിൻഡിക്കേറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് അണ്ടർറൈറ്റേഴ്സ് കൂടിച്ചേർന്നിട്ടുള്ളൊരു ഗ്രൂപ്പാണ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. ആ സിൻഡിക്കേറ്റ് അവർ എന്ത് ചെയ്യണു, അവർ പുതിയ ഇഷ്യൂസ് അവർ തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റിലൂടെ മൊത്തം അണ്ടർറൈറ്റേഴ്സ് തമ്മിൽ. ദെൻ ലാസ്റ്റ് ഫങ്ഷൻ ഈസ് ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് after doing the functions of origination, propagation and also underwriting, we can distribute the securities. ഈ ഫങ്ഷൻസ് ഒക്കെ കഴിഞ്ഞ് 3 ഫങ്ഷൻസും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലി നമുക്കത് എന്ത് ചെയ്യാം, ആളുകളിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സോ ആ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ. സോ ദാറ്റ്സ് ലാസ്റ്റ് സ്റ്റെപ്പ്. അതാണ് ലാസ്റ്റ് ഫങ്ഷനായിട്ട് നമ്മൾ പറയുന്നത്. സോ ഇങ്ങനെ 4 ഫങ്ഷൻസാണ് എവിടെയുള്ളത്.
പ്രൈമറി മാർക്കറ്റിലുള്ളത്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് വൺ ഒറിജിനേഷൻ, സെക്കൻഡ് വൺ പ്രൊപ്പഗേഷൻ, തേർഡ് വൺ ഈസ് അണ്ടർ റൈറ്റിംഗ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ. സോ മറക്കരുത് ഒരിക്കലും 4 ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് പ്രൈമറി മാർക്കറ്റിൻ്റെ പൊതുവായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള സിമിലാരിറ്റീസ്, അത് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻസ്, ആൻഡ് ഓൾസോ വി ഹാവ് ഡിസ്കസ്ഡ് ദ ഫങ്ഷൻസ് ഓഫ് എ primary market, and the rest of the topics we can discuss in the next class. Until then, goodbye. Thank you.